കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരിക്കുന്നവരുടെയോ ഗുരുതര പരിക്കേറ്റവരുടെയോ പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനം സ്വയം തൊഴിൽ പദ്ധതി. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിന് ഇരയായ വ്യക്തിയിലും അവരുടെ കുടുംബത്തിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇത് വൈകാരികവും മാനസികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഈ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി അവതരിപ്പിച്ചത്. കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പാണ് ജീവനം സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ചത്. ഒരു വീടിൻ്റെ ഗൃഹനാഥൻ കുറ്റകൃത്യത്തിൽപ്പെട്ട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ കുടുംബത്തിൻ്റെ പ്രധാന വരുമാനം മുടങ്ങാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് പിന്തുണ നൽകുകയും അവർക്കായുള്ള സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇരയായവർക്കും അവരുടെ ആശ്രിതർക്കും സാമ്പത്തിക സഹായം നൽകുന്നതുമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത്തരത്തിൽ ഇരയായവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്കുകൾ പറ്റിയവർക്കും ഉപജീവന മാർഗം കണ്ടെത്താൻ പാടുപെടുന്നവർക്കും ഈ പദ്ധതിയുടെ സഹായങ്ങൾ ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായം എന്ന വണ്ണം 20,000 രൂപ നൽകുന്നു. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: കുറ്റകൃത്യങ്ങളുടെ ഇരകളായി മരിക്കുകയോ ഗുരുതര പരിക്ക് പറ്റുകയോ ചെയ്ത് സാമ്പത്തിക പ്രയാസം നേരിടുന്നവർക്ക് ഉപജീവന മാർഗത്തിനായി സ്വയം തൊഴിൽ ധനസഹായം ലഭ്യമാക്കുക. കുറ്റകൃത്യങ്ങളിൽ ഇരയായവർക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ സാമൂഹ്യ ആരോഗ്യ നിയമസഹായങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹായത്തോടെ ലഭ്യമാക്കുക. പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ആളായിരിക്കണം. അപേക്ഷകൻ കുറ്റകൃത്യത്തിൽ ഗുരുതര പരിക്കേറ്റ വ്യക്തിയോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിയുടെ ആശ്രിതരായ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അവിവാഹിതനായ മകനോ മകളോ ആയിരിക്കണം. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. കുറ്റകൃത്യം നടന്നതിന് 5 വർഷത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അതിനു പുറമെ ഗ്രാൻഡ് ഇൻ എയ്ഡായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താവ് മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ സാമൂഹ്യ നീതി വകുപ്പുമായി ഒരു കരാർ ഒപ്പിടേണ്ടതുണ്ട്. സാമ്പത്തിക സഹായം: ജീവൻ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം അർഹതയുള്ള ഗുണഭോക്താവിന് ഒറ്റത്തവണ സഹായമായി 20,000 രൂപ സാമ്പത്തിക സഹായം നൽകും. ഈ തുക ബന്ധപ്പെട്ട അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപേക്ഷിക്കേണ്ട നടപടിക്രമം: സ്വയം തൊഴിൽ പദ്ധതിക്ക് വേണ്ടി ഓൺലൈൻ മുഖാന്തരവും ഓഫ്ലൈൻ മുഖാന്തരവും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 2 പ്രക്രിയയും വിശദമായി ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ: പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷകൻ സുനീതി ഓൺലൈൻ സർവീസ് ആപ്ലിക്കേഷൻ പോർട്ടൽ സന്ദർശിക്കേണ്ടതുണ്ട്. ഹോം പേജിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകൻ മൊബൈൽ നമ്പറിൽ നിന്ന് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് നൽകി വെരിഫൈ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ പുതിയ പ്രൊഫൈൽ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഫോം തുറക്കും. എല്ലാ നിർബന്ധിത വിശദാംശങ്ങളും പൂരിപ്പിച്ച് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി ലോഗിൻ പ്രക്രിയ പരിശോധിക്കാം. രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ സുനീതി ഓൺലൈൻ സർവീസ് ആപ്ലിക്കേഷൻ പോർട്ടൽ അപേക്ഷകൻ സന്ദർശിക്കുക. അതിൽ സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അപേക്ഷകൻ തൻ്റെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. വ്യക്തിപരമായ വിവരങ്ങൾ, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, തിരിച്ചറിയൽ കാർഡ്, ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപേക്ഷകൻ അവരുടെ പ്രൊഫൈൽ വിജയകരമായി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പദ്ധതികൾ സ്ക്രീനിൻ്റെ ഇടതുവശത്തായി കാണാൻ സാധിക്കും. പദ്ധതി തിരഞ്ഞെടുത്തതിന് ശേഷം അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ ഫോമിലെ മാൻഡേറ്ററി വിശദാംശങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഫ്ലൈനായി എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കാം. പദ്ധതി ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിന് 3 ഘട്ടമാണുള്ളത്. കുറ്റകൃത്യം നടന്ന് 5 വർഷത്തിനുള്ളിലായിരിക്കണം അപേക്ഷകൻ ഇത് അയച്ചിരിക്കേണ്ടത്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അപേക്ഷകൻ ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോം പൂർണ്ണമായും പൂരിപ്പിക്കേണ്ടതുണ്ട്. ശരിയായി പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ബന്ധപ്പെട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ സമർപ്പിക്കുക. പദ്ധതിക്ക് ആവശ്യമായ രേഖകൾ നോക്കാം. ആധാർ കാർഡിൻ്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, റേഷൻ കാർഡ് ഉടമയുടെ പേരടങ്ങുന്ന പേജും കുടുംബാംഗങ്ങളെ ഒരുമിച്ചടങ്ങുന്ന പേജും സമർപ്പിക്കുക. നിർദ്ദിഷ്ട ജോലിയുടെ അല്ലെങ്കിൽ ബിസിനസ് പ്രൊജക്റ്റിൻ്റെ നിർദ്ദേശം കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റ്, FIRൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും നൽകുക.